ഹലോ മക്കൾസ്, നമുക്ക് ഉറപ്പായും പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. പ്രധാനമായിട്ടും ക്യാരക്ടർ സ്കെച്ച് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ജുലൂസ് എന്ന് പറഞ്ഞ നാട്യരൂപാന്തരത്തെ ആസ്പദമാക്കിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ പാഠങ്ങളിൽ വരുന്ന ക്യാരക്ടർ സ്കെച്ച് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 4 മാർക്കാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതിയാൽ കിട്ടുന്നത്. ഒന്ന്, ഇബ്രാഹിം അലിക്ക് ചരിത്ര पर टिप्पणी लिखी. ഇബ്രാഹിം അലിയെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് ചെയ്താൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് ഉത്തരം. प्रेमचंद जी की कहानी, प्रेमचंद जी कहानी ജുലൂസിന്റെ ഇസ് നാട്യരൂപാന്തര का പ്രമുഖ പാത്ര है. പ്രേംചന്ദിന്റെ കഥയായ നാട്യരൂപാന്തരത്തിന്റെ ജുലൂസ് എന്ന നാട്യരൂപത്തിന്റെ പ്രമുഖ പാത്ര है ഇബ്രാഹിം അലി. അതിന്റെ സ്വാതന്ത്ര്യ സമര നേതാവ് കൂടിയാണ് ഇബ്രാഹിം അലി. സ്വരാജ് की प्राप्ति के लिए, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉൻകെ നേതൃത്വമേ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജുലൂസ് ചൽ രഹാ ഹെ, ജാഥ നടക്കുകയാണ്. ഇബ്രാഹിം അലി ഗാന്ധിജി സെ പ്രഭാവിത ഹെ. ഇബ്രാഹിം അലി ഗാന്ധിജിയിൽ ആവേശം കൊണ്ടിട്ടാണ് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് വരുന്നത്. ഹം ദൂക്കാനെ, ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തടയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഹം ദൂക്കാനെ ലൂട്ടിനെ, ഞങ്ങൾ കടകൾ കൊള്ളിയടിക്കാനോ യാ മോട്ടറും തോടിനെ ഹി നിക്കലേ, വാഹനങ്ങൾ തകർക്കാനോ വന്നവരല്ല. ഇബ്രാഹിം അലിക്ക് ഇസ് കഥൻസെ, ഇബ്രാഹിം അലിയുടെ ഈ വാക്കിൽ നിന്ന് ഉൻപർ, അദ്ദേഹത്തിൽ ഗാന്ധിജിക്ക് അഹിംസ തത്വം, ഗാന്ധിജിയുടെ അഹിംസ തത്വത്തിന്റെ സ്പഷ്ട പ്രഭാവ് ദേഖനക്ക് മിൽത്ത, വ്യക്തമായ പ്രഭാവം നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലി ബഹുത്ത് ഹി സാഹസിക, മാത്രമല്ല അദ്ദേഹം ധീരനായ ഒരു മനുഷ്യനും കൂടിയാണ്, സാഹസികനാണ്. ഓർ നിഡർ ബി ഹെ, അല്പം പോലും പേടിയില്ലാത്ത ആളാണ്. ഇസിലി ഇതുകൊണ്ട് വ യാതനാവ് കോ ചേൽക്കർ, അതുകൊണ്ട് അദ്ദേഹം പ്രയാസങ്ങളെ തരണം ചെയ്തിട്ട് ലക്ഷ്യക്കിയോർ അഗ്രസർ ഹെ, ലക്ഷ്യത്തിന് വേണ്ടി അഗ്രസർ ഹെ, മുൻപന്തിയിൽ നിൽക്കുക തന്നെ ചെയ്യുന്നു. ഇബ്രാഹിം അലി സച്ചെ ദേശപ്രേമി ഹെ, ഇബ്രാഹിം അലി നല്ലൊരു ദേശസ്നേഹിയാണ്. ഓർ സ്വരാജിക്ക് പ്രാപ്തിക്കില്ലേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഷഹീദോനെ കോബി തയ്യാർ ഹെ, രക്തസാക്ഷിയാവാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നു. ആത്മവിശ്വാസം വെക്കുന്ന വാലഹെ, മാത്രമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ആത്മവിശ്വാസം വെക്കുന്ന കാര്യം ഉള്ള ആൾ കൂടിയാണ് അദ്ദേഹം. തഥാ സാത്യോം പർ വിശ്വാസ വെക്കുന്ന വാലഹെ, കൂടെ നടക്കുന്നവരിലും സ്വാതന്ത്ര്യ സമര സേനാനികളിലും വിശ്വാസം അർപ്പിക്കപ്പെടുന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തിന് അറിയാം തന്റെ മരണം സംഭവിച്ചു പോയാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ ഉറച്ച ധൈര്യശാലിയായ അഹിംസാ മാർഗത്തിലൂടെ പോവുകയും മഹാത്മജിയിൽ ആവേശം കൊണ്ട് സമരത്തിൽ ഇറങ്ങുകയും ചെയ്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറക്കെ വിശ്വസിക്കുകയും രാജ്യത്തിന് രക്തസാക്ഷിയാവുന്നതിന് വേണ്ടി പോലും തയ്യാറാവുകയും ചെയ്യുന്ന ധീരനായ ആളാണ് ഇബ്രാഹിം അലി. ഈ ക്യാരക്ടർ സ്കെച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട്. ഇനി നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു പാഠമാണ്, മറ്റൊരു ക്യാരക്ടർ സ്കെച്ചാണ് ഈ പാഠത്തിൽ തന്നെയുള്ള മൈക്കു എന്ന് പറയുന്ന കച്ചവടക്കാരനെ കുറിച്ച്. ഓക്കെ, മൈക്കു കെ ചരിത്ര पर टिप्पणी लिखी എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ട് എങ്ങനെയാണ്. ജുലൂസ് നാട്യരൂപാന്തരക്ക, ജുലൂസ് എന്ന് പറയുന്ന നാടക രൂപാന്തരത്തിലെ മുഖ്യ പാത്രഹെ മൈക്കു, പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മൈക്കു. അദ്ദേഹം ദേശപ്രേമി ഹെ, രാജ്യസ്നേഹിയാണ്. സ്വരാജ്യോ കെ ജുലൂസ് ക, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജാഥയുടെ സമർത്ഥൻ കർത്തകെ, ന്യായീകരണം നടത്തുന്ന ആളും കൂടിയാണ് അദ്ദേഹം. ഓർ ഉസ്മേ ഭാഗ് ലേനെ ചാഹത്തെ, അതിൽ പങ്കാളിയാവാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുന്നു. ജബ് അന്യ വ്യാപാരി, എപ്പോൾ മറ്റു കച്ചവടക്കാരായ ശംഭുനാഥ് ഓർ ദീൻദയാൽ, ശംഭുനാഥും ദീൻദയാലും ഗാന്ധിജിക്ക് നേതൃത്വപ്പർ, ഗാന്ധിജിയുടെ ഈ നേതൃത്വത്തെ ശങ്ക പ്രകടത്തെ, മഹാത്മജി പ്രായമായി അദ്ദേഹത്തിന് നടക്കാൻ വയ്യ, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരം എങ്ങെത്തുകയില്ല എന്നുള്ള കാര്യത്തിൽ ശങ്ക പ്രകടിപ്പിക്കപ്പെടുന്നു. തബ് മൈക്കു ഉൻക വിരോധ കർത്തായെ, മൈക്കു അപ്പോ അവർ പറയുന്ന വാദത്തെ എതിർക്കുന്നു. വ ഗാന്ധിജിക്ക് നേതൃത്വപ്പർ, അദ്ദേഹം ഗാന്ധിജിയുടെ നേതൃത്വത്തെ ഭരോസ കർത്താഹെ, വിശ്വാസം അർപ്പിക്കപ്പെടുന്നു. ഓർ ഉനോനെ, അദ്ദേഹത്തെ നേതാമാൻതഹെ, ഏറ്റവും നല്ല നേതാവായിട്ട് കാണുന്നു മഹാത്മജിയെ. സ്വരാജ്യവും പർ ഉഹേ, സ്വരാജികളിൽ നടന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേരെ ഉണ്ടായ ലാത്തിചാർജ് കി ഖബർ, ലാത്തിചാർജിന്റെ വാർത്ത സുൻകർ കേട്ടിട്ട് വബി ജുലൂസ്മേ, അദ്ദേഹം ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് കച്ചവടമൊക്കെ കടയെ കടച്ചിട്ട് ജുലൂസ്മേ ഭാഗ് ലേനെക്കോ തയ്യാറോ ജാത്തയെ, ജാഥയിൽ പങ്കാളികളാവാൻ വേണ്ടി തയ്യാറാവുന്നു. മൈക്കു ബൗത്ത് ഹി നിഡർ ഹെ, മൈക്കു അത്തെ അല്പം പോലും പേടിയില്ലാത്ത ധീരനായ ഒരു ആളുകൂടെയാണ്. ഇതാണ് നമുക്ക് മൈക്കുവിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് ശംഭുനാഥ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അതും ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ്. ആദ്യം സ്വാതന്ത്ര്യ സമരത്തേക്ക് എതിർത്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നോക്കൂ, ശംഭുനാഥ് കെ ചരിത്ര पर टिप्पणी लिखी എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ചിത്രാമുദ്ഗൽ കെ നാട്യരൂപാന്തര, ചിത്രാമുദ്ഗലിന്റെ നാട്യരൂപാന്തരമായ ജുലൂസ് ക ഏക് പാത്ര ഹേ ശംഭുനാഥ്, ജുലൂസിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശംഭുനാഥ്. അംഗ്രേസോ കെ വിരുദ്ധ, ഇംഗ്ലീഷുകാർക്ക് വിരുദ്ധമായിട്ട് ഇബ്രാഹിം അലിക്ക് നേതൃത്വമേ, ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ ചലാനെ വാലെ ജുലൂസ് കോ, മുന്നോട്ട് കൊണ്ടുപോകുന്ന ജാഥയെ മാന്നേക്കോ പഹലേവേ തയ്യാർ നഹി ഹോത്തെ, ആദ്യം അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഉൻകെ അനുസാർ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ് ജുലൂസ് ക, ഈ ജാഥയ്ക്കൊന്നും കോയി നതീജ, യാതൊരു ഫലവും നഹി ഹോത്ത, ഉണ്ടാവുകയില്ല. സർക്കാർ പർ ഇസ്ക കോയി അസർ നഹി ഹോത്ത, ഗവൺമെന്റിൽ ഈ ജാഥയ്ക്കൊന്നും ഒരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു.
എന്നാൽ സമാജിക്ക് ബഡേ ബഡേ ലോക്, അദ്ദേഹം പറയുന്നു സമൂഹത്തിലെ വലിയ വലിയ ആളുകൾ സർക്കാർക്ക് പക്ഷമേ, ഗവൺമെന്റ് പക്ഷത്താണ്. നാട്ടിൽ അത്യാവശ്യം വാക്കും വിലയൊക്കെ ഉള്ള ആളുകളൊക്കെ ഗവൺമെന്റ് പക്ഷത്താണ്. യേ സബ് ഹോത്തെ ഹുയേ ബി, പക്ഷേ ഇങ്ങനെയൊക്കെ വാദിച്ചു പറഞ്ഞെങ്കിൽ പോലും ശംഭുനാഥിക്ക് ചരിത്രമേയും ശംഭുനാഥിന്റെ സ്വഭാവത്തിൽ ദേശപ്രേമിക്ക ഭാവന നഹി ഹേ, ദേശസ്നേഹത്തിന്റെ ഭാവന കുറവായിരുന്നു. ലേക്കിൻ എന്നാൽ ജബ് സ്വരാജ്യം पर എപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ലാത്തി ചാർജ് ഖബർ ഫയൽ ജാത്തെ, ലാത്തി ചാർജ് നടന്നു, ഒരുപാട് ആളുകൾ തലപൊട്ടി ചോര ഒലിക്കുന്നു എന്നുള്ള വാർത്ത നാട്ടിൽ പറഞ്ഞപ്പോൾ തബ് ശംഭുനാഥ് ബി, അപ്പോൾ ശംഭുനാഥും ദേശപ്രേം സേ ഭാവന, ദേശപ്രേം കി ഭാവന സേ, ദേശസ്നേഹത്തിന് സഹോദരങ്ങളെ ഇങ്ങനെ അടിച്ച് കൊല്ലാക്കൊല്ല ചെയ്യുന്ന ഈ അവസ്ഥ കണ്ടപ്പോൾ ദേശപ്രേം കി ഭാവന സേ, ദേശസ്നേഹത്തിന്റെ ഭാവനയാൽ പ്രഭാവിതോക്കർ ആവേശം കൊണ്ടിട്ട് ജുലൂസ് മേ ഭാഗ് ലേനെ കോ തയ്യാർ ഹോ ജാത്തെ, ജാഥയിൽ പങ്കാളിയാവാൻ അദ്ദേഹം തയ്യാറാവുന്നു. അന്തിമ അവസാനം സ്വരാജ്യവും കെ സാത്ത്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടെ മിൽക്കർ ചേർന്നിട്ട് ദേശക്കിലെ, രാജ്യത്തിന് വേണ്ടി ഷഹീദ് ബെന്നെ കൊബി, രക്തസാക്ഷിയാവാൻ പോലും വ തയ്യാറോ ജാത്തയെ, അദ്ദേഹം തയ്യാറാവുന്നു. ആദ്യം സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കാതെയും എതിർക്കുകയും ചെയ്തുകൊണ്ടെന്ന് സ്വാതന്ത്ര്യ സമര ബോധമൊന്നും അല്ലാതിരുന്ന മനുഷ്യൻ ബ്രിട്ടീഷുകാരുടെ അക്രമം നടന്ന് ഒരുപാട് ആളുകൾക്ക് മുറിവേറ്റ് നടന്നപ്പോൾ അദ്ദേഹത്തിന് ദേശഭക്തി വല്ലാതെ ഉണ്ടാവുകയും അദ്ദേഹം അവസാനം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി രക്തസാക്ഷിയാകുന്നതിന് വേണ്ടി പോലും തയ്യാറാവുകയും നല്ലൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഇബ്രാഹിം അലി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരു ചോദ്യം ഈ ബീർബൽ സിംഗ് എന്ന് പറയുന്ന പ്രതിനായകനെയാണ്, വില്ലനെ കുറിച്ചാണ് നമുക്ക് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, വീർബൽ സിംഗൊക്കെ ചരിത്ര ടിപ്പണിലേക്ക്, ആ വീർബൽ സിംഗിനെ കുറിച്ച്, ക്രൂരനായ പോലീസ് ഓഫീസറായ വീർബൽ സിംഗിനെ കുറിച്ച് നിങ്ങളോട് കാറ്റസ്കെച്ച് ചെയ്താൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതണം, ജുലൂസ് നാട്യരൂപാന്തരക്ക്, ജുലൂസ് എന്ന് പറയുന്ന നാടക രൂപാന്തരത്തിന്റെ പ്രസ്തുത പാഠഭാഗമേ, ഈ പാഠഭാഗത്തിൽ വീർബൽ സിംഗ് കാ ചരിത്ര, വീർബൽ സിംഗിന്റെ സ്വഭാവം കൽ നായക കാഹെ, പ്രതിപുരുഷന്റേതാണ്. ഓക്കെ, വീർബൽ സിംഗ് ദാരോഗാഹെ, വീർബൽ സിംഗ് ദാരോഗയാണ്. ദാരോഗ എന്ന് പറഞ്ഞാൽ എന്താ, പോലീസ് ഓഫീസറാണ്. ജുലൂസ് മേ നിക്കലെ സ്വാതന്ത്ര്യ സേനാനിയോക്കു, ജാഥയിൽ ഇറങ്ങി പുറപ്പെട്ട സ്വാതന്ത്ര്യ സേനാനികളെ രോക്കിനേക്കിലെ തടഞ്ഞു നിർത്താൻ വേണ്ടി പ്രയത്നകർത്തെ, അദ്ദേഹം എപ്പോഴും പ്രയത്നിക്കാറുണ്ട്. അംഗ്രേസോക്ക ആജ്ഞാനുവർത്തി ബൻകർ, ഇംഗ്ലീഷുകാരുടെ ആജ്ഞാനുവർത്തിയായിട്ട് സ്വാതന്ത്ര്യ സേനാനിയോക്കു, ഇന്ത്യക്കാരായ സഹോദരങ്ങളായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഡി ക്രൂരതസെ, വളരെ ക്രൂരമായിട്ട് മാർത്ത ഇദ്ദേഹം കണ്ണിൽ ചോരയില്ലാതെ ആക്രമിക്കുന്നു. വകേക്ക് നിർദ്ദയ ദാരോഗാഹെ, അദ്ദേഹം ദയയില്ലാത്തൊരു ദാരോഗ പോലീസ് ഓഫീസറാണ്. ജുലൂസ് കാ നേതാ, ജുലൂസിന്റെ നേതാവായ ഇബ്രാഹിം അലിക്ക് ഉപ്പർ, ഇബ്രാഹിം അലിയുടെ ശരീരത്തിൽ ബീർബൽ സിംഗ് ഗോഡെ കൊച്ചടാത്തെ, ബീർബൽ സിംഗ് കുതിരയെ കയറ്റുന്നു. സ്വരാജ്യവും കെ അഭിപ്രായമേ, അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വരാജ്യരായ ആളുകളുടെ അഭിപ്രായത്തിൽ ബീർബൽ സിംഗ് ജല്ലാദ് ദാരോഗാഹെ, ബീർബൽ സിംഗ് ആരാണ്, ക്രൂരനായ ഓഫീസറാണ്. അംഗ്രേസോങ്ക പിട്ടുഹെ, ബ്രിട്ടീഷുകാരുടെ പാദസേവകനാണ്. ബീർബൽ സിംഗ് കാ ചരിത്ര, ഇങ്ങനെയൊക്കെയാണ് ബീർബൽ സിംഗിന്റെ സ്വഭാവമെങ്കിലും ഇത്ര നീജ് ഹോനെ പർബി, ഇത്രയും ക്രൂരനായിരുന്നിട്ട് പോലും അന്തമേ, ഏതൊരു കഥയും അങ്ങനെയാണല്ലോ, നന്മയിലാണല്ലോ അവസാനിക്കുക. അന്തമേ അവസാനം അപ്പനെ ദേശദ്രോഹി കർമ്മം पर പച്താഹെ, താൻ സ്വദേശവാസികളായ ആളുകളുടെ പേരിൽ നടത്തുന്ന അക്രമത്തിൽ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടാവുന്നു. അവർ സച്ചാ ദേശഭക്തി ബഞ്ചാത്തെ, അവസാനം അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായി മാറുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള 4 പ്രധാനപ്പെട്ട കാറ്റ് സ്കെച്ചുകൾ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാതെ പരീക്ഷാ ഹാളിലേക്ക് പോരുത്. ഓക്കെ, ബൈ.